സഹപ്രവർത്തകരിൽ തന്നെ ആരോ ആ വിവരം വിളിച്ച് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നു. പിറ്റേ ദിവസം മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വാർത്ത വരുന്നു, പ്രേംകുമാർ ഇങ്ങനെ ആശാസമരത്തിന് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ ധാർമ്മിക രോഷം പ്രകടിപ്പിച്ചു. ഇത്രയും വലിയൊരു ഗംഭീരമായ ഒരു സംഭവമായിട്ട് നമ്മൾ നടത്തുമ്പോൾ നമ്മളെ പാവപ്പെട്ട കുറേ സ്ത്രീകൾ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം നടത്തുകയാണ്. അപ്പോൾ അവരുടെ സമരം പരിഹരിക്കാൻ അങ്ങ് അഖിലേന്ത്യാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അങ്ങ് അതിന് ഇടപെടണം, ഇല്ലെങ്കിൽ അത് സർക്കാരിന് വലിയ ദോഷം ചെയ്യുമെന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനത് പറഞ്ഞത്. അല്ലാതെ അതൊരു സർക്കാരിനെതിരെയുള്ള വിമർശനമൊന്നുമല്ല. അവിടെ ആ സമയത്ത് അവരെല്ലാം അത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് അത് കണ്ടത്, പ്രതികരിച്ചതുമൊക്കെ. ഞാനൊരിക്കലും ആ ഒരു സമരത്തിൻ്റെ അതിനോടൊരു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പൊതുവേദിയിൽ പോയി പ്രസംഗിച്ചതല്ല. ഇത് വളരെ ഒരു എത്രയും വളരെ സൗഹൃദപരമായിട്ട് ഈ സംസാരിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് ആരോ, എൻ്റെ സഹപ്രവർത്തകരിൽ തന്നെ ആരോ ആ വിവരം വിളിച്ച് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നു. പിറ്റേ ദിവസം മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വാർത്ത വരുന്നു, പ്രേംകുമാർ ഇങ്ങനെ ആശാസമരത്തിന് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ ധാർമ്മിക രോഷം പ്രകടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും എനിക്കൊരു ധാർമ്മിക രോഷമുണ്ട്. ഞാൻ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരു കലാകാരനാണ്, കലാപ്രവർത്തകനാണ്. ഞാനൊരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല. ഒരു കലാരംഗത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് എൻ്റെ ഏറ്റവും വലിയ പ്രതിബദ്ധത മനുഷ്യരോടാണ്. അതുകൊണ്ടാണ് ഒരു പരസ്യചിത്രങ്ങളിൽ പോലും ഞാൻ അഭിനയിക്കാത്തത്. ടെലിവിഷൻ മേഖലയിൽ ഈ കണ്ടന്റിൻ്റെ കാര്യത്തിൽ വളരെ അപജയം നടക്കുന്നു, അത് എൻഡോസൾഫാനെ പോലെ അപകടമെന്ന് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞ ആളാണ് ഞാൻ. അത് ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ്. അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു സമരം, ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു സമരവും, ആശാസമരം എന്നല്ല, ഒരു സമരവും നടക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായും ജനാധിപത്യ സംവിധാനമാണ്, ചിലപ്പോൾ സമരങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടായാൽ അത് ഉടനെ അടിയന്തര പ്രാധാന്യം നൽകി അതിൽ ഇടപെട്ട് പരിഹരിക്കാനുള്ള ആർജവം കാണിക്കണം. ഇല്ലാതെ അനിശ്ചിതകാലത്തേക്ക് ഇങ്ങനെ കുറേ പാവപ്പെട്ട സ്ത്രീകൾ അവരുടെ രാഷ്ട്രീയം എന്തായിക്കോട്ടെ, അവരെ മറ്റു പലരും ചിലപ്പോൾ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും, അത് മറ്റൊരു കാര്യം. പക്ഷെ അതൊന്നും പൊതുസമൂഹത്തെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നിരിക്കെ പൊതുസമൂഹത്തിൽ മൊത്തമായ ഒരു വികാരമുണ്ട്, അത് ദോഷമാണ് എന്ന് പോസിറ്റീവായി പറഞ്ഞ കാര്യം മാത്രമാണ് എനിക്കെതിരെ, എൻ്റെ പുറത്താക്കൽ നടപടിക്കെതിരെ ഇവർക്കുള്ളത്. അല്ലാതെ സ്വാഭാവിക നടപടി എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കരുത്, അതൊരു സ്വാഭാവിക നടപടിയല്ല. അല്ല, അതുകൊണ്ടാണല്ലോ ഇതിപ്പോൾ ഞാനിത് മറക്കാൻ ശ്രമിച്ചതും മറന്നിരുന്നതുമായ ഒരു കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു, ഇങ്ങനെ സാഹിത്യ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുന്ന അദ്ദേഹം ഈ ഗവൺമെൻറ്റിനെതിരെ തുടർഭരണം പോലും ഇവിടെ പാടില്ല എന്ന് വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടും അദ്ദേഹം ഇപ്പോഴും ഈ സ്ഥാനത്ത് തുടരുന്നു. താങ്കളോട് കാണിച്ചത് ഒരു അനീതിയല്ലേ എന്ന് പല സുഹൃത്തുക്കളും ചോദിച്ചപ്പോഴാണ് ഞാനും ഒന്ന് ആലോചിച്ചു. അങ്ങനെയാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടത്. അതിനുശേഷമാണിത് മാധ്യമങ്ങളിലൊക്കെ വാർത്തയായി വന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിലും ഞാൻ ഒരിക്കലും ഒരു സച്ചിദാനന്ദൻ മാഷിനെ പോലുള്ളൊരു മഹാകവിയോട്, ഒരു മഹാപ്രതിഭയോട്, ഞാനൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ എൻ്റെ ഏറ്റവും വലിയൊരു ആരാധ്യ ഒരു വ്യക്തിത്വമാണ് കവി എന്ന നിലയിൽ. ആ മഹാവ്യക്തിത്വത്തോടൊന്നും പ്രേംകുമാർ എന്ന് പറഞ്ഞ ഒരു ചെറിയ മനുഷ്യൻ, ഒരു സാധാരണ ഒരു നടൻ, വെറും ചെറിയ സിനിമയിലൊന്നും അങ്ങനെ ഒരു വലിയ സംഭാവന നൽകിയ, ലോക സിനിമയിലൊന്നും എന്തെങ്കിലും സംഭാവന നൽകിയ മനുഷ്യനൊന്നുമല്ല ഞാൻ. പക്ഷേ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ അക്കാദമിയുടെ ചുമതലയിൽ വളരെ കൃത്യമായും ഭംഗിയായും ആത്മാർത്ഥമായും ആരും അധികം അങ്ങനെ തെറ്റ് പറയാത്ത ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അപ്പം അങ്ങനെ ഞാൻ സച്ചിദാനന്ദൻ മാഷുമായിട്ട് ഒരു താരതമ്യവും എനിക്കില്ല.